Hello children, welcome to Kids Area Online. എല്ലാവരും എക്സാം എഴുതി കഴിഞ്ഞിരിക്കുകയാണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? വളരെ ഈസി ആയിരുന്നു, എളുപ്പമുള്ള എക്സാം ആയിരുന്നു. എല്ലാവരും കറക്റ്റായിട്ട് ആൻസേഴ്സ് ഒക്കെ എഴുതിയോ? എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലോ? കാണാം അല്ലേ? ട്യൂഷൻ കുട്ടികൾക്ക് എങ്ങനെയുണ്ടായിരുന്നു കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ? എല്ലാ ക്വസ്റ്റ്യനും വന്നില്ലേ? ടീച്ചർ പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യനും വന്നില്ലേ? എല്ലാവരും എല്ലാം എഴുതിയല്ലോ? ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. പാരൻസ് ഒക്കെ കാണാനായിട്ട് കാത്തിരിക്കുവാണ്. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ ഒരുക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ മുതലായ എല്ലാ ക്ലാസ്സസ് ഉണ്ടാകും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് ആ ക്ലാസ്സസും നൽകുന്നുണ്ട്. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് നൽകുന്നുണ്ട്. LKG UKG റിവിഷൻ ക്ലാസ്, അതായത് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് അവർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് വിടുവാണ്. LKG UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, അതായത് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട, സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും കറക്റ്റായിട്ട് എക്സാമിനൊക്കെ എഴുതാനും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സസ് ആണുള്ളത്. അതിനു പുറമെ മറ്റൊരു സന്തോഷ വാർത്ത, ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് നൽകുന്നുണ്ട്. അവർ പഠിച്ചു തുടങ്ങേണ്ട ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എല്ലാത്തിനെയും ബേസിക് അവർക്കൊരു അടിസ്ഥാനം നൽകിക്കൊണ്ട് ഏപ്രിൽ മെയ് വെക്കേഷനിലെ ക്ലാസ് വരുന്നുണ്ട്. ഇപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അവർക്കും ബേസിക് കിട്ടിയില്ല എങ്കിൽ അവർക്കും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാം ലൈവ് ക്ലാസ്സാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും PKG LKG UKG കുട്ടികൾക്കും കിഡ്സ് ഏരിയ ഓൺലൈൻ ഇപ്പോൾ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത അക്കാഡമിക് ഇയർ മുതൽ 7ാം ക്ലാസ് വരെ ഉണ്ടാകും. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. PKG ക്ലാസ്സസ് റെഗുലർ ഉണ്ട്. LKG UKG റെഗുലർ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കാം. മെസ്സേജിന് റിപ്ലൈ നൽകാൻ വൈകിയാൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പോൾ എക്സാമിൻ്റെ തിരക്കായതിനാലാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ നൽകും. ഓക്കെ, എല്ലാവരും നമ്പർ നോട്ട് ചെയ്തോളൂ. 9746487799. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ കുട്ടികൾ ഒത്തിരി നല്ല ലെവലിൽ ബേസിക് ഒക്കെ പഠിച്ച് നിങ്ങളുടെ കുട്ടികൾ മികച്ചവരായിട്ട് തീരും. അത് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഓക്കെ, ആനുവൽ എക്സാം 2023-2024 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ, ആനുവൽ ഇവാലുവേഷൻ 2023-2024 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 15 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈം ഉണ്ടായിരുന്നു. എല്ലാവരും ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ വായിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ആക്ടിവിറ്റി കമ്പൽസറി ആണ്, ഉറപ്പായിട്ടും എഴുതണം. ലാസ്റ്റ് ഏതെങ്കിലും 4 ആക്ടിവിറ്റി ചെയ്താൽ മതി. 2 മുതൽ 6 വരെ ഉള്ളതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള 4 ചെയ്താൽ മതി. അങ്ങനെ 5 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നത്. എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ആൻഡ് കോംപ്രിഹെൻഡ്. Read the passage. Alina was returning home after her class. Alina ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. She saw a tall, leafy wall on her way. She saw a gate covered with leaves. She opened the gate. It was a magical garden. The flowers sang a sweet song. The air gave her a cool kiss. She noticed the talking butterflies. The trees in the garden told her some stories. The fish in the pond did a magical dance. She stepped into the pond to touch the fish. At the next moment, the sky became dark and heavy rain started. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ടീച്ചർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു മാജിക്കൽ ഗാർഡനെ കുറിച്ചാണ് നമ്മളിവിടെ കണ്ടത്. മാജിക്കൽ ഗാർഡൻ കണ്ടല്ലോ. അവിടെ ഒരു ട്രീ ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, പോണ്ട് ഉണ്ട്, പോണ്ടിൽ ഫിഷ് ഉണ്ട്. അവിടെ ട്രീയും നമ്മുടെ അലീനയും തമ്മിൽ സംസാരിക്കുകയാണ്. അതെന്താണെന്നൊക്കെ മുന്നിലോട്ട് പോകുമ്പോൾ മനസ്സിലാകും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്
ഈ പാസേജ് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ആൻസർ നൽകണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അലീന സോ എ ഗേറ്റ് കവേർഡ് വിത്ത്. അലീന കണ്ടു ഗേറ്റ് മുഴുവൻ എന്തുകൊണ്ട് മൂടിയിരുന്നു? എന്തുകൊണ്ടാണ്? ഗേറ്റ് കവേർഡ് വിത്ത് ലീവ്സ്. എന്താണ്? ലീവ്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ലീവ്സ് എന്നായിരുന്നു. അലീന സോ എ ഗേറ്റ് കവേർഡ് വിത്ത് ലീവ്സ്. വാട്ട് ഡിഡ് ദ ഫ്ലവേഴ്സ് ഡു? ഫ്ലവേഴ്സ് എന്ത് ചെയ്യുകയായിരുന്നു? ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. വാട്ട് ഡിഡ് ദ ഫ്ലവേഴ്സ് ഡു? The flowers sang a sweet song. The flowers sang a sweet song. Flowers എന്ത് ചെയ്തു? മധുരമായ ഗാനം പാടുകയാണ്. Who kissed Alina? അലീനെ കിസ് ചെയ്തതാരാ? ഉമ്മ വെച്ചതാരാ? The air. The air. Air ആണ് അലീനെ കിസ് ചെയ്തത്. അലീന നോട്ടീസ്ഡ് ടോക്കിംഗ്. അലീന ശ്രദ്ധിച്ചു. ആരെയാ സംസാരിക്കുന്ന? ഫിഷസിനെയാണോ, ട്രീസിനെയാണോ, ബട്ടർഫ്ലൈസിനെയാണോ? അലീന നോട്ടീസ് ടോക്കിംഗ് ബട്ടർഫ്ലൈസ്. ടോക്കിംഗ് ബട്ടർഫ്ലൈസ്. വാട്ട് ഡിഡ് ദ ഫിഷ് ഇൻ ദ പോണ്ട് ഡു? പോണ്ടിൽ ഫിഷ് എന്ത് ചെയ്യായിരുന്നു? മീൻ എന്ത് ചെയ്യായിരുന്നു? യെസ്, മാജിക്കൽ ഡാൻസ് ചെയ്യുമായിരുന്നു. ദ ഫിഷ് ഇൻ ദ പോണ്ട് ഡിഡ് എ മാജിക്കൽ ഡാൻസ്. ദ ഫിഷ് ഇൻ ദ പോണ്ട് ഡിഡ് എ മാജിക്കൽ ഡാൻസ്. അപ്പോൾ ഇത് എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾക്ക് ഈ പാസേജിൽ തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ, 2 ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യനും ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ പാരഗ്രാഫിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ ആയിരുന്നു. ഇത് നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതാനുള്ളതായിരുന്നു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ അലീന ആൻഡ് ദ ട്രീ. കോൺവെർസേഷൻ അലീനയും ട്രീയും തമ്മിലുള്ളതാണ്. ട്രീയുടെ വിഷമം പറയുകയാണ്. നമുക്ക് നോക്കാം. ട്രീ നമ്മുടെ അലീനയെ കണ്ട ഉടനെ പറയാണ്, ഗുഡ് ഈവനിങ് ക്യൂട്ട് ലിറ്റിൽ ഗേൾ. അപ്പോൾ അലീന എന്ത് പറഞ്ഞു? ഗുഡ് ഈവനിങ്. അലീന ട്രീയോട് പറയാണ്, ദിസ് ഗാർഡൻ ലുക്സ്. ഈ ഗാർഡൻ കാണാൻ വെരി ബ്യൂട്ടിഫുൾ എന്നായിരിക്കും അല്ലേ? വളരെ മനോഹരമാണ്. ദിസ് ഗാർഡൻ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. യു ആർ ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. നീയും കാണാൻ നല്ല മനോഹരമാണ് എന്ന് ട്രീയോടും അലീന പറയുകയാണ്. ഗാർഡൻ കാണാനും മനോഹരമാണ്, ഈ ഗാർഡനിലുള്ള ട്രീ ആയ നിന്നെ കാണാനും മനോഹരമാണ്. ട്രീ പറഞ്ഞു ഗുഡ് ഈവനിങ് ക്യൂട്ട് ലിറ്റിൽ ഗേൾ. അലീന പറഞ്ഞു ഗുഡ് ഈവനിങ്, ദിസ് ഗാർഡൻ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. യു ആർ ഓൾസോ വെരി ബ്യൂട്ടിഫുൾ എന്ന് അലീന പറയുകയാണ്. അപ്പോൾ ട്രീ പറയാണ് താങ്ക് യു. നല്ലൊരു കാര്യം പറഞ്ഞാൽ എന്താ തിരിച്ച് പറയുക? താങ്ക് യു. പക്ഷേ എന്നിട്ട് ട്രീയുടെ വിഷമം പറയാണ്, ബട്ട് നോ വൺ പ്രൊട്ടക്ട്സ് മീ. പക്ഷേ എന്നെ ആരും സംരക്ഷിക്കുന്നില്ല. പീപ്പിൾ കട്ട് മൈ ബ്രാഞ്ചസ്. ആളുകൾ എന്ത് ചെയ്യുന്നു? എൻ്റെ ബ്രാഞ്ചസ് ഒക്കെ വെട്ടുകയാണ്. സം പ്ലക്ക് മൈ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ചിലർ വന്ന് എൻ്റെ മനോഹരമായ പൂക്കൾ പറിച്ചു കൊണ്ടുപോകുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ട്രീ തൻ്റെ വിഷമം പറയുകയാണ്. അപ്പോൾ അലീന എന്ത് പറഞ്ഞിട്ടുണ്ടാകും? വിഷമിക്കേണ്ട, ഞാൻ ഉറപ്പായിട്ടും നിന്നെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ ഉറപ്പായിട്ടും നിന്നെ സഹായിക്കും എന്ന് ആര് പറഞ്ഞിട്ടുണ്ടാവും? അലീന പറഞ്ഞു. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാം, ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഉറപ്പായിട്ടും നിന്നെ സഹായിക്കും എന്നായിരിക്കും അലീന പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ട്രീ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ ഇവിടെയുള്ള 2 സെൻസും നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതാനുള്ളതാണ്. ടീച്ചർ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും ഇതിന് ആൻസർ നൽകിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ടീച്ചർ ഇതിന് ആൻസർ നൽകുന്നില്ല. അപ്പോൾ അലീന ലാസ്റ്റ് എന്താ പറഞ്ഞിട്ടുണ്ടാകും? ഓക്കെ സീ യു ടുമോറോ. അപ്പോൾ ട്രീയും പറഞ്ഞു ഓക്കെ സീ യു ടുമോറോ എന്ന് ട്രീയും പറയുകയാണ്. ഇതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി, കോൺവെർസേഷൻ ആയിരുന്നു. മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. പോസ്റ്ററാണ്. പോസ്റ്റർ. ഇവിടെ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കണം. ലിസൺ ടു യുവർ ടീച്ചർ. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നില്ല. ടീച്ചർ പറയും, അത് നിങ്ങൾ കേട്ട് പോസ്റ്റർ തയ്യാറാക്കണം. ടീച്ചർ പറയുന്നത് എന്താണെന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തതാണ്, ഇത് ടീച്ചറിന് മാത്രം ഉള്ളതാണ്, ടീച്ചേഴ്സിന് കിട്ടുന്ന പേപ്പറിലുള്ളതാണ്. പോസ്റ്ററിന് ചെയ്യേണ്ടത് ദ നെക്സ്റ്റ് ഡേ അലീന മെറ്റ് സെറോ ആൻഡ് അബിൻ. അലീന സെറോയും അബിനെയും കണ്ടുമുട്ടി. ഷീ ടോക്ഡ് അബൌട്ട് ദ മാജിക്കൽ എക്സ്പീരിയൻസ്. ആ തലേദിവസം കണ്ട മാജിക് ഗാർഡനെ കുറിച്ചും മാജിക്കൽ ഡാൻസിനെ കുറിച്ചും എല്ലാം എന്ത് ചെയ്തു? അലീന
സെറോയോടും അബിനോടും പറയുകയാണ്. ഷീ ടോൾഡ് ദം അബൌട്ട് ദ ട്രീ. എന്നിട്ട് ട്രീയെക്കുറിച്ചും പറഞ്ഞു. എന്താ പറഞ്ഞേ? ട്രീ നല്ല വിഷമത്തിലാണ്. എന്താണ് ട്രീയുടെ വിഷമം? എല്ലാവരും എൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുന്നു, എൻ്റെ പൂക്കൾ, മനോഹരമായ പൂക്കൾ പറിച്ചു കൊണ്ടുപോകുന്നു എന്ന് ട്രീ തൻ്റെ വിഷമം പറഞ്ഞു അല്ലേ. ദേ വെയർ ഇൻ വണ്ടർ. ദേ ഡിസൈഡ് ടു ഹെൽപ്പ് ദ ട്രീ. അവർ തീരുമാനിച്ചു എന്ത് ചെയ്യാനാ? ആ ട്രീയെ സംരക്ഷിക്കാൻ. എങ്ങനെ ആ ട്രീയെ ഹെൽപ്പ് ചെയ്യും? ഹൗ ടു ഹെൽപ്പ്? എങ്ങനെ സഹായിച്ചിരിക്കും? ദേ തോട്ട് ഫോർ എ ലോങ് ടൈം. അവർ ഒത്തിരി നേരം ആലോചിച്ചു. അബിൻ മെയ്ഡ് എ സജഷൻ. അബിൻ അപ്പോൾ ഒരു സജഷൻ പറഞ്ഞു, അഭിപ്രായം പറയാണ്. ലെറ്റ്സ് മേക്ക് എ പോസ്റ്റർ. നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കിയാലോ? ഫ്രണ്ട്സ് ഓൾസോ എഗ്രീഡ്. അലീനയും സെറോയും അത് സമ്മതിച്ചു. ടീച്ചർ ആസ്ക്ഡ് ദ ചിൽഡ്രൻ ടു മേക്ക് ദ പോസ്റ്റർ. ഓക്കെ, അത് ടീച്ചർ അതിൽ കുട്ടികളോട് പറയാണ്, നിങ്ങൾ അത് വെച്ചിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ്. നിങ്ങൾ പൂക്കൾ പറിക്കരുത്. ഡോണ്ട് കട്ട് ട്രീ. ഡു നോട്ട് കട്ട് ട്രീസ്. നിങ്ങൾ മരം മുറിക്കരുത്. ഡോണ്ട് ഡിസ്ട്രോയ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പിക്ചർ വേണമെങ്കിൽ പിക്ചർ വയ്ക്കാം. ടീച്ചർ ഇന്നലെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിക്ചർ വരയ്ക്കാം. അവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഇൻറ്റു മാർക്ക് നോ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഒരു പിക്ചർ വരച്ചിട്ട്, ട്രീയുടെ പിക്ചർ വരച്ചില്ലെങ്കിൽ പൂക്കളുടെ പിക്ചർ വരച്ചിട്ട് തൊടരുത്, ഡോണ്ട് ടച്ച് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം അല്ലേ? നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ആക്ടിവിറ്റി പോസ്റ്റർ തയ്യാറാക്കാനുള്ളതായിരുന്നു. നാലാമത്തെ ആക്ടിവിറ്റി പസിൽ. റീഅറേഞ്ച് ദ ലെറ്റേഴ്സ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് നെയിം ഓഫ് ദ അനിമൽ ഫ്രണ്ട്സ്. അനിമൽ ഫ്രണ്ട്സിൻ്റെ നെയിംസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ടീച്ചർ ഇത് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, കുറച്ച് ദിവസമായിട്ടുണ്ട്. അതിൽ ടീച്ചർ ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അനിമൽ ഫ്രണ്ട്സ് ആണ്. ഈ ആനിമൽ ഫ്രണ്ട്സിൻ്റെ നെയിംസ് സ്പെല്ലിംഗ് തെറ്റിച്ചാണ് ഇരിക്കുന്നത്, അറേഞ്ച് ചെയ്തിട്ടില്ല. അത് അറേഞ്ച് ചെയ്യുക. ATC എന്തായിട്ടാണ് വരിക? ക്യാറ്റ്. ഇത് അനിമൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംശയിക്കേണ്ട കാര്യമില്ല, വേഗത്തിൽ കിട്ടും. ഇതെന്തായിരുന്നു? ഡോഗ് എന്നായിരുന്നു. TRBIBA റാബിറ്റ്. GRFO ഫ്രോഗ്. EOMUS മൗസ്. LFY ഫ്ലൈ. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ്. ക്യാറ്റ് പസിൽ കറക്റ്റായിട്ട് എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. വളരെ ഈസി ആയിരുന്നു. ക്യാറ്റ്, ഡോഗ്, റാബിറ്റ്, ഫ്രോഗ്, മൗസ്, ഫ്ലൈ. ഇതായിരുന്നു കറക്റ്റ് ആൻസേഴ്സ്. അഞ്ചാമത്തെ ആക്ടിവിറ്റി ആഡ് മോർ ലൈൻസ് ആണ്. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. ഓ ഫ്രണ്ട്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ്സ് സിംഗ് എ സോങ്. ദ സോങ് ഓഫ് ലവ് വിച്ച് ഓൾ വി വാണ്ട് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ട സ്നേഹത്തിൻ്റെ പാട്ട് നമുക്ക് പാടാം കൂട്ടുകാരെ എന്ന് പറയുകയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേറെ എന്തൊക്കെ ആവശ്യമാണ്? സ്നേഹം ആവശ്യമാണ്, സന്തോഷം ആവശ്യമാണ്, സമാധാനം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണോ വേണ്ടത് അത് നിങ്ങൾ ചേർത്ത് പാട്ട് എഴുതണം. ഓ ഫ്രണ്ട്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ്സ് സിംഗ് എ സോങ്. ദ സോങ് ഓഫ് പീസ്. സമാധാനത്തിൻ്റെ പാട്ട്. വിച്ച് ഓൾ വി വാണ്ട് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട സമാധാനത്തിൻ്റെ പാട്ട് നമുക്ക് പാടാം. അതുപോലെ നമുക്ക് ഹാപ്പി, സന്തോഷം. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളത് അത് ആഡ് ചെയ്ത് ആഡ് മോർ ലൈൻസ് ചെയ്യാനുള്ളതായിരുന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി. ലാസ്റ്റ് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് പോകാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, റൈറ്റ് ദ തോട്ട്സ് ഓഫ് അലീന. അപ്പോൾ നിങ്ങളിത് കാര്യം മനസ്സിലാക്കിയല്ലോ. അലീന മാജിക്കൽ ഗാർഡനിലെത്തി. ട്രീ തൻ്റെ വിഷമം പറയുകയാണ്. അങ്ങനെ അലീനയും കൂട്ടുകാരും കൂടി എന്ത് ചെയ്തു? അവിടെ പോസ്റ്റർ വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ കാര്യം നിങ്ങൾ എഴുതുക. അലീന തോട്ട്സ്, അലീനയുടെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഇതൊരു നല്ല മനോഹരമായ ഗാർഡൻ ആയിരുന്നു. ഇത് ഓർമ്മയുണ്ടല്ലോ. അലീന ട്രീയോട് സംസാരിക്കുകയാണ്. പെട്ടെന്ന് ഡാർക്കായി, മഴ പെയ്തു. ഓർമ്മയുണ്ടല്ലോ, അത് എഴുതുക. മൂന്നാമത്തെ സെൻറ്റൻസ് എന്തായിരുന്നു? ട്രീ തൻ്റെ വിഷമം പറയല്ലേ. ട്രീ കരയുന്നുണ്ടോ? ട്രീ തൻ്റെ വിഷമം ഇവിടെ പറയുകയാണ്. ആ വിഷമത്തിൽ മഴ പെയ്യുകയാണ്. അതും നിങ്ങൾ ടീച്ചർ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ അഭിപ്രായം എന്താണ്? തൻ്റെ കൂട്ടുകാരോട് പങ്കുവയ്ക്കുകയാണ്. അലീന തൻ്റെ കൂട്ടുകാരോട് ഈ ആവശ്യം പറയുകയാണ്. അങ്ങനെ അവർ പോസ്റ്റർ വയ്ക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ സെൻറ്റൻസ് ആക്കി നിങ്ങളുടെ സ്വന്തം സെൻറ്റൻസിൽ എഴുതുക എന്നുള്ളതായിരുന്നു ആക്ടിവിറ്റി 6. അലീന തോട്ട്സ്. അലീനയുടെ ചിന്തകൾ എന്തൊക്കെയായിരുന്നിരിക്കാം. അപ്പോൾ അതെങ്ങനെ അലീന പരിഹരിച്ചു എന്നുള്ളത് നിങ്ങൾ എഴുതിയല്ലോ. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ 6 ആക്ടിവിറ്റീസ് ആയിരുന്നു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
എല്ലാവർക്കും എക്സാം വളരെ ഈസി ആയിരുന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ടീച്ചർ ഫസ്റ്റ് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വെക്കേഷൻ കോഴ്സിനായാലും നെക്സ്റ്റ് ഇയറിലേക്കായാലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ഈ നമ്പർ നൽകാം, അവർക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നൽകാം. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ ഒരുക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ മുതലായ എല്ലാ ക്ലാസ്സസ് ഉണ്ടാകും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് ആ ക്ലാസ്സസും നൽകുന്നുണ്ട്. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് നൽകുന്നുണ്ട്. LKG UKG റിവിഷൻ ക്ലാസ്, അതായത് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് അവർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് വിടുവാണ്. LKG UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, അതായത് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട, സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും കറക്റ്റായിട്ട് എക്സാമിനൊക്കെ എഴുതാനും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സസാണ് ഉള്ളത്. അതിനു പുറമെ മറ്റൊരു സന്തോഷ വാർത്ത, ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് നൽകുന്നുണ്ട്. അവർ പഠിച്ചു തുടങ്ങേണ്ട ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എല്ലാത്തിനെയും ബേസിക് അവർക്കൊരു അടിസ്ഥാനം നൽകിക്കൊണ്ട് ഏപ്രിൽ മെയ് വെക്കേഷനിലെ ക്ലാസ് വരുന്നുണ്ട്. ഇപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവർക്കും ബേസിക് കിട്ടിയില്ല എങ്കിൽ അവർക്കും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ, അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാം ലൈവ് ക്ലാസ്സാണ് വരുന്നത്. നിങ്ങൾക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും PKG LKG UKG കുട്ടികൾക്കും കിഡ്സ് ഏരിയ ഓൺലൈൻ ഇപ്പോൾ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത അക്കാഡമിക് ഇയർ മുതൽ 7ാം ക്ലാസ് വരെ ഉണ്ടാകും. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. PKG ക്ലാസ്സസ് റെഗുലർ ഉണ്ട്, LKG UKG റെഗുലർ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അതിനായിട്ട് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കാം. മെസ്സേജിന് റിപ്ലൈ നൽകാൻ വൈകിയാൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഇപ്പോൾ എക്സാമിൻ്റെ തിരക്കായതിനാലാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ നൽകും. ഓക്കെ, എല്ലാവരും നമ്പർ നോട്ട് ചെയ്തോളൂ. 9746487799. നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അതിനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ കുട്ടികൾ ഒത്തിരി നല്ല ലെവലിൽ ബേസിക് ഒക്കെ പഠിച്ച് നിങ്ങളുടെ കുട്ടികൾ മികച്ചവരായിട്ട് തീരും. അത് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഓക്കെ.